ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഒരുപാട് സെഷൻസൊക്കെ നിന്നു, നമ്മൾ ഒരുപാട് ക്ലാസ്സസൊക്കെ എടുത്തു. അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരള PSCയുടെ തന്നെ പ്രീവിയസ്ലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രധാനമായിട്ടും അത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മോർ ഇൻ ടു മെഷീൻസ് പ്രോസസ്സ് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിലോട്ട് പോയിട്ടില്ല. കാരണം 100 കണക്കിന് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു 5-8 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 2015 ശേഷമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിൽ കുറേ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് MMF ഈസ് ഇത് നമ്മുടെ ITI ലെവൽ മുതൽ ഡിഗ്രി PG ലെവൽ വരെയുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ള ചോദ്യമാണ്. ഇതുപോലെ യൂണിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള MMFൻ്റെ, റിലക്റ്റൻസിൻ്റെ, മാഗ്നറ്റിക് ഡെൻസിറ്റിയുടെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാരാമീറ്റേഴ്സിൻ്റെ യൂണിറ്റ് ഡയറക്റ്റ്ലി AP വരെയുള്ള എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ഇത് ലാസ്റ്റ് 2022 ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതായിരുന്നു. യൂണിറ്റ് ഓഫ് MMF ഇസ് മാക്സ്വെൽ, ലാംഡ, ജൂൾ, ആംബിയർ ടേൺസ്. എന്താണ് ഈ MMF എന്ന് പറയുന്നത്? ആദ്യം തന്നെ നമ്മൾ EMF അറിയാം, എന്താ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. I ഒഴുകാൻ വേണ്ടി ഉള്ള ഒരു ഫോഴ്സാണ് EMF എന്ന് പറയുന്നത്. MMF എന്താണ്? ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ്, ഫൈ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു ഫോഴ്സാണ് MMF എന്ന് പറയുന്നത്, അല്ലേ? സോ ഫ്ലക്സ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്ലക്സ് വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് വേണം, അല്ലേ? കറണ്ട് ഉണ്ടെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടേണിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഒരു ഫ്ലക്സ് ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ ടേൺ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഫ്ലക്സ് ഉണ്ടാവും, അല്ലേ? സോ ഈ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ ഓഫ് ടേൺസും ഐയുമാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വരുന്നത് 2 പാരാമീറ്റേഴ്സാണ്. എന്തൊക്കെയാണ്? അപ്പോൾ Nഉം Iയും ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആംബിയർ ടേൺസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ യൂണിറ്റ് ഓഫ് MMF എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഈ ടോപ്പിക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതെന്തുകൊണ്ട്, എങ്ങനെ, എപ്പോഴെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതാണ്. സോ യൂണിറ്റ് ഓഫ് MMF എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ആണ്. യൂണിറ്റ് ഓഫ് MMF എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ D ആണ് വരുന്നത്. ഓംസ് ലോ ഇൻ പോയിന്റ് ഫോം ഇൻ ഫീൽഡ് തിയറി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. 2016 AP ചോദ്യമായിരുന്നു ഇത്. എഗെയിൻ ഡിപ്ലോമ ലെവലും ITI ലെവലും എല്ലാം ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ പറയുന്നത്. പോയിന്റ് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത്. നമുക്ക് ഓംസ് ലോ അറിയാം, E=IR. നമുക്ക് ഓംസ് ലോ അറിയാം. J = സിഗ്മ I, J = E/സിഗ്മ, R = റോയൽ ബൈ A. R = റോയൽ ബൈ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റിവിറ്റി. പിന്നെയുള്ളത് J = സിഗ്മ E എന്ന് പറയുന്ന സാധനമാണ്. എന്താണ് സിഗ്മ E? അപ്പോൾ നമുക്ക് J എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി, സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി, E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതിനെപ്പറ്റി നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുന്നതാണ്. എന്താണ് J = സിഗ്മ E? ഇതാണ് പോയിന്റ് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത്. J = സിഗ്മ E. ഇതാണ് പോയിന്റ് ഫോം ഓഫ് ഓംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ B ആണുള്ളത്. ഇതും പലതവണ ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. J = സിഗ്മ E. അതാണ് ഓംസ് ലോ, പോയിന്റ് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഈസ് ഈക്വൽ ടു 1 ആംപിയർ ഓഫ് കറണ്ട്? 1 ആംപിയർ ഓഫ് കറണ്ട്. ഇത് AE ആണ്, ഹാർബർ എഞ്ചിനീയറിംഗ് 2016. ഇത് എഗെയിൻ ബേസിക് ഫണ്ടമെൻ്റലാണ്. നമ്മുടെ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബേസിക് ക്വസ്റ്റ്യൻ. ഈക്വൽ ടു 1 ആംപിയർ ഓഫ് കറണ്ട്. എഗെയിൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഒരു കണ്ടക്ടറിൽ കൂടി ഒരു സെക്കൻഡിൽ എത്ര കുളംസ്, ഒരു സെക്കൻഡിൽ എത്ര 1 കുളമ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡിൽ 1 കുളമ്പ് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് പറയുന്നത്, അല്ലേ? 1 ആംപിയർ എന്ന് പറയുന്നത് 1 കുളംബ് പെർ സെക്കൻഡ് ആണ്. ദാറ്റ് മീൻസ് കുളംസ് ബൈ സെക്കൻഡ്. ഓപ്ഷൻ D ആണ് വരുന്നത്. സോ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കുളംബ് ബൈ 1 സെക്കൻഡ്. അതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ വിൽ ബി D. The surface integral of normal component of electric field intensity over a closed surface is equal to 1 by epsilon naught times of total charge inside it. This statement is
എന്താണ് സർഫസ് ഇൻ്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് റോ വി. എന്താണ് നമ്മുടെ ചോദ്യം? എന്താണ് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ് പറഞ്ഞു വെക്കുന്നത്? ഇത് ഗോസസ് ലോവിനെ മോഡിഫൈ ചെയ്ത് എടുക്കുന്ന ഒരു ഇക്വേഷനാണ് ഈ പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗോസ് ലോ പറയുന്നത് എന്താ? സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു റോ വി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ നമുക്ക് ഡീനെ ഇൻ ടേംസ് ഓഫ് ഇ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ ആണ്. സോ എപ്സിലോൺ നോട്ട് ഇ ഇൻറ്റു ഇ ഡി എസ് ഇസ് ഈക്വൽ ടു റോ വി ആണ്. സോ വോളിയം സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു റോ വി ബൈ എപ്സിലോൺ നോട്ട്. അത് തന്നെയല്ല ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഗോസ് ലോവിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഡെഫിനേഷനാണ്. ഇത് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന്. സോ surface integral E dot ds is equal to rho v by epsilon. That is the definition of Gauss's law. Option number A ആണ് നമ്മുടെ വരുന്നത്. അത് എ ഹാർബർ എഞ്ചിനീയറിംഗ് ചോദിച്ച ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ പോയിന്റ് ഫോം ഓഫ് ഓംസ് ലോ? നേരത്തെ പറഞ്ഞ ചോദ്യമാണ് ഇത്. എ KCB A 2014 ചോദിച്ച ചോദ്യമായിരുന്നു. ഡെൽ ഡോട്ട് ഡി റോ ഈക്വൽ ടു റോ ജെ ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ സിഗ്മ ഇ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. സോ ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ എന്നുള്ളതാണ് ഓപ്ഷൻ. കണ്ടീഷൻ ഫോർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇ ടു ബി സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഇസ്. സോ കണ്ടീഷൻ ഫോർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനൊക്കെ നമ്മൾ പറയുമ്പോൾ സ്ഥിരം പറയുന്ന ഒരു ചോദ്യമാണ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു 0, ഇ ഡോട്ട് ഡി ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0, നൺ ഓഫ് ദ എബോ. ഏതാ? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0. അതുകൊണ്ടാണ് നമ്മൾ ഇ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ എന്ന് പറയുന്നത്, കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മൾ വരുന്നത്. സോ KCB Aയുടെ 2014 ചോദ്യമായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. അതിൻ്റെ ഇക്വേഷനാണ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. If E is the field between the plates of a parallel plate capacitor, the electrostatic energy per unit volume നമുക്കറിയാം ഹാഫ് CV² ആണ് എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഹാഫ് CV² ആണ്. അതിൻ്റെ ഒരു മോഡിഫൈഡ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ആണ്. സോ ഓപ്ഷൻ വരുന്നത് ഇവിടെ നോക്കാം, എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ ഹാഫ് എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ എപ്സിലോൺ നോട്ട് ബൈ 2e. ഏതായിരിക്കും? ഇതിന് അനലോഗ് ആയിട്ട് നിങ്ങൾ ഒറ്റ ഇക്വേഷനുള്ളൂ, ഹാഫ് എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ ആണ് വരുന്നത്. നമ്മൾ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിയിലേക്ക് എത്താൻ സാധിക്കും. ദാറ്റ് ഈസ് ഹാഫ് എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ ആണ് ഓപ്ഷൻ വരുന്നത്. 1 ആംപിയർ അവർ ഈസ് ഈക്വൽ ടു, ഒരുപാട് തവണ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ +1 പഠിക്കുന്നതാണ്. എന്താ 1 ആംപിയർ അവർ എന്ന് പറയുന്നത്? 3600 coulombs ആണ് 1 ആംപിയർ അവർ എന്ന് പറയുന്നത്. And line voltage of delta connected 3-phase circuit is 415. The phase voltage is delta connected line voltage, phase voltage കണ്ടെത്തണം. എന്താ ഡെൽറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ എന്താണ്? ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബട്ട് ലൈൻ കറണ്ട് ഫേസ് കറണ്ടും ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ടാണ് ഡെൽറ്റയിൽ വരുന്നത് അല്ലേ. സോ ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഫേസ് വോൾട്ടേജ് എത്രയാണ്? ഇത് പോളി ലെക്ചർ 2014. സോ 415 ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫേസ് 415 തന്നെയായിരിക്കും. കാരണം ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ്. സോ 415 വോൾട്ട് തന്നെയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് വളരെ 8-10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ കിട്ടുന്ന സാധനമാണ്. അത്രയും സിമ്പിളായിട്ടാണ് ചോദ്യങ്ങളൊക്കെ വരിക. ബട്ട് ഇത് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് എക്സാംസ്, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ഓപ്പറേറ്റർ, സബ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നോട്ടിഫിക്കേഷൻ, സബിൻ്റെ വന്നിട്ടില്ല, ബാക്കി ലൈൻമാൻ്റെ ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാമിൻ്റെ ഒരു വിൻഡോയും ഓപ്പൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
കോമൺ ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സസിനെ പറ്റിയുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക. കോഴ്സിനെ പറ്റിയുള്ള, സബ്ജക്റ്റിനെ പറ്റിയുള്ള, എക്സാംസിനെ പറ്റിയൊക്കെയുള്ള എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ, ഏത് തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ഈ ഒരു എക്സാംസിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ പറ്റിയാണെങ്കിൽ പോലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിൽ ഈ ഒരു ലെവലിൽ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ ജോലിക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുക, പഠിച്ചു തുടങ്ങുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.